ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ വിക്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് വിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. ഷോപ്പിഫൈ, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ബീസ്. അതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം, അതായത് ഷോപ്പിഫൈ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് വിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഷോപ്പിഫൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിലൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോർ മാത്രമല്ല നോർമലായിട്ടുള്ള ഒരു വെബ്സൈറ്റും, അതായത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നോർമലായ ഒരു വെബ്സൈറ്റും ഇതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് എങ്ങനെ വിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് നല്ല തീം സെലക്ട് ചെയ്യാം, ആ തീം എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ എങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, ഡൊമൈൻ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, അതായത് നിങ്ങളുടെ ഡൊമൈൻ അതൊരു ഗോഡാഡിയിലോ അതല്ലെങ്കിൽ ഹോസ്റ്റേഞ്ചറിലോ പോലെയുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ പർച്ചേസ് ചെയ്തുള്ള നിങ്ങളുടെ ഡൊമൈൻ നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ഡിജിറ്റൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലും അതേപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള മേഖലയിലേക്ക് കരിയർ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ വിക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. വിക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിക്സിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സൈൻ അപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് രണ്ട് ഓപ്ഷൻ ചോദിക്കും. ഒന്നെങ്കിൽ നിങ്ങളോട് ഡീറ്റെയിൽ എൻ്റർ ചെയ്തിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് പോകാൻ പറയുന്ന ഒരു ഓപ്ഷൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫോർ മൈ സെൽഫ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ആ ഒരു ഓപ്ഷനല്ല യൂസ് ചെയ്യുന്നത്. സെറ്റപ്പ് വിത്തൗട്ട് ചാറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഇതും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞുള്ള ഇവിടുത്തെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വരും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട, അങ്ങനെ കൊടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് പോകാം. ഞാനിവിടെ എല്ലാം തന്നെ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇനി ഇതിലെങ്ങനെ പ്ലാൻ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഏതൊക്കെ തരത്തിലുള്ള പ്ലാനുകളാണ് ഇതിലുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ബിസിനസ് എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞൊരു പ്ലാനുണ്ട്, കോർ എന്ന് പറയുന്ന പ്ലാനുണ്ട്, ലൈറ്റ് എന്ന് പറയുന്ന പ്ലാനുണ്ട്. ഈ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന് സാധാരണ രീതിയിൽ നിങ്ങളുടെ നോർമലായിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു പ്ലാനാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ നോർമലായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഇല്ലേ, ഇ കൊമേഴ്സ് ബിസിനസ്സുകളല്ലാതെ നോർമൽ ബിസിനസ്സുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ വരുമ്പോൾ 250 റുപ്പീസാണ് മന്ത്ലി വരിക. നമുക്ക് വേണ്ടത് ഇ കൊമേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്കിതിൽ ഇ കൊമേഴ്സ് സ്റ്റോറാണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് പ്ലാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ബേസിക് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ ഒഴികെ ബാക്കി എല്ലാ പ്ലാനും തന്നെ ഇ കൊമേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഷോപ്പിഫൈ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ പ്രൈസ് നല്ല മാറ്റമുണ്ട്. കാരണം ഷോപ്പിഫൈ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 2000 രൂപ വരും. പക്ഷേ ഇതിൻ്റെ ടോപ്പ് പ്ലാൻ എടുത്താൽ വരെ നിങ്ങൾക്ക് 1800 രൂപയാണ് മന്ത്ലി ചാർജ് വരിക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കമ്പാരിസണിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ പ്ലാനിൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ ഏതാണോ അത് ചൂസ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് ഇതിലുള്ള പ്ലാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അവരുടെ പ്ലാനുകൾ കാണിക്കും. അപ്പോൾ ഏത് പ്ലാനാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു പ്ലാൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കോർ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ 600 കൊടുക്കേണ്ടി വരും. അതല്ല നിങ്ങൾ ഒരുമിച്ച് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 250 രൂപ മാത്രമേ വരുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2 വർഷത്തേക്ക് ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് 175 രൂപയാണ് ചാർജ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 വർഷത്തേക്ക് കൂടുതൽ എമൗണ്ട് തന്നെ വരില്ല, ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതൊന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഫസ്റ്റിൽ സെറ്റപ്പ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ സെറ്റപ്പിലാണ് നമുക്ക് ഈ സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് വരാം. അതിന് ശേഷം ഇവിടെ ഹോം ഉണ്ട്. ഹോമിൽ നിങ്ങൾ കാണാൻ പറ്റും ചെറിയൊരു അനലിറ്റിക്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഗെറ്റിംഗ് പെയ്ഡ്, അതുപോലെ തന്നെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. പിന്നെ സെയിൽസിലാണ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിലാണ് ഉണ്ടാവുക. പിന്നെ ആപ്പാണ്. അപ്പോൾ നമുക്കിതിൽ ഇതിൽ തന്നെ ഇവരുടെ സ്റ്റോറിൽ കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കാണാൻ പറ്റും. ആപ്പ് മാർക്കറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള ആപ്പും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ആപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റ് SEO കാര്യങ്ങളൊക്കെ ചെയ്യാൻ മൊബൈൽ ആപ്പ്, ലോഗോ, ബ്രാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇൻബോക്സ്, അതായത് ആളുകൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇൻബോക്സിലേക്ക് വരും. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻബോക്സ്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് ലൈവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാണ്ട്. ഇപ്പോൾ കാറ്റലോഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻവെൻട്രി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് എത്രയെല്ലാം സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ ഔട്ടായിട്ടുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ മാറ്റം വരുത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ബാക്ക് ഇൻ സ്റ്റോക്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യുക, ഇപ്പോൾ സ്റ്റാർട്ട് കളക്ഷൻ റിക്വസ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇവിടെ ആ ഒരു മെസ്സേജ് വരും. ഞാൻ ജസ്റ്റ് അത് കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്നും ഇതിൽ കവർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഓപ്ഷനാണ് ഇൻബോക്സിൽ ആളുകൾ നിന്ന് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരിക. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫേസ്ബുക്ക് പേജ് എങ്ങനെ കണക്ട് ചെയ്യാം, ഗൂഗിൾ ആഡ് അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യില്ല. അത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആഡ് റൺ ചെയ്യാം എന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റോർ ഡിസൈൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഡൊമൈൻ കണക്ട് ചെയ്യുന്നതും പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതും ഓർഡർ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസൈൻ സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഡിസൈൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും AI ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണോ അതല്ല കസ്റ്റമൈസ് ടെംപ്ലേറ്റ്സ് എന്ന് യൂസ് ചെയ്യണം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഞാനിതിൽ കസ്റ്റമൈസ് ടെംപ്ലേറ്റ്സ് ഉള്ളതാണ് ചൂസ് ചെയ്യുന്നത്. പിക്ക് എ ടെംപ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തീം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോർട്ട് ചെയ്ത് കൊടുക്കാം ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റോറാണല്ലോ നമ്മൾ ചെയ്യുന്നത്, e-commerce സ്റ്റോറാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണോ അതിവിടെ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഫാഷൻ, ക്ലോത്തിങ്ങും അതേപോലെ തന്നെ ജ്വല്ലറി ആക്സസറീസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാഷൻ ആൻഡ് ക്ലോത്തിങ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി കഴിഞ്ഞാലുള്ള നല്ല തീം ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് തീമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതിലുള്ള ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാഷൻ ആൻഡ് ക്ലോത്തിങ് എന്ന് പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തീമുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ തീമും ജസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓവർവ്യൂ ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഇതിൻ്റെ മൊബൈൽ വ്യൂ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഈ രീതിയിലായിരിക്കും മൊബൈൽ വ്യൂ വരിക. ഓക്കെ, ഇനി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് പേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു തീമാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മോഡലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ എഡിറ്റ് ദിസ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എഡിറ്റ് ദിസ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു പേജിലേക്ക് ലോഡാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അതിലുള്ള ഇമേജസും കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജാണ് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ
ക്വിക്ക് എഡിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെക്ഷൻ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ സ്ട്രൈപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമേജ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാതെ കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇമേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലോഡ് മീഡിയ എന്ന് പറയുന്നത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സെർച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മാറ്റേണ്ടത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലേഔട്ടാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഷോ ബട്ടണും വേണമെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം, ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളറാണ് ഇത് വരിക. അപ്പോൾ ഇത് ടെക്സ്റ്റിൻ്റെ കളറിന് വേണ്ടിയിട്ട് വൈറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബട്ടൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കളർ വരിക. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ മോഡൽ മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കളറിലേക്കാണ് മാറ്റുന്നത്. കാരണം ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കസ്റ്റമൈസ് ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറിൽ ചേഞ്ചസ് വരുത്താം. കളറിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഫിൽ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റും. ഈ ഒരു കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ഇവിടെ വൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വൈറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് ഞാൻ ബ്ലാക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ എലമെൻറ്റിൻ്റെയും കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുക്കുന്ന ഈ ഒരു ഓപ്ഷനിലും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ പല ആളുകൾക്കും അവിടെയാണ് ഡൗട്ട് വരിക. ഇപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ലൈഡർ സെക്ഷൻ ക്ലിയറായി. ഇപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഇമേജിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യുക. ഇമേജിൻ്റെ മുകളിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈഡിൽ കാണുന്ന ക്വിക്ക് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്വിക്ക് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഞാനിവിടെ ഇമേജ് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഫോണ്ടിൻ്റെ കളറും ആ പൊസിഷനും മാറ്റി. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും എങ്ങനെ ആയിരുന്നു ആ ഒരു ഓപ്ഷൻ വന്നതെന്ന്. അതായത് ഈ ഇമേജ് മാറ്റിയത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി, പക്ഷേ ഇതിലേക്ക് എങ്ങനെ വന്നത് എന്നുള്ളത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്നൊരു സൂം ആയിട്ട് വന്നിട്ട് നമുക്ക് അവിടെ തന്നെ വന്നിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതായത് സാധാരണ നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ അവർ ബെസ്റ്റ് സെല്ലർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ബെസ്റ്റ് സെല്ലർ മാത്രം ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോൺ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് മാറ്റാനുള്ള ആ ഒരു എലമെൻറ്റിൽ ചേഞ്ചസ് വരുത്താനുള്ള ബോക്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് സ്റ്റൈൽ മാറ്റാം, ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാം. അതേപോലെ തന്നെ റെഗുലർ ആണോ ബോൾഡ് ആണോ വേണ്ടത്, ഇപ്പോൾ ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കാം. കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, കളർ മാറ്റി കൊടുക്കാവുന്നതുമാണ്. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള ഇതിപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പുറത്ത് കൊണ്ടിട്ട് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മാനേജ് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ചൂസ് കാറ്റഗറി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം, കാറ്റഗറിയിൽ പോയിട്ട് കാറ്റഗറി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാറ്റഗറി എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചൂസ് കാറ്റഗറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബെസ്റ്റ് സെല്ലേഴ്സ്, അതായത് വിച്ച് കാറ്റഗറി ടു ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കുറച്ച് കാറ്റഗറീസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ സെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ സെയിൽസിലേക്ക് മാറും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ കാറ്റലോഗ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൾ പ്രോഡക്റ്റ്സ് കൊടുക്കണമെങ്കിൽ ഓൾ പ്രോഡക്റ്റ്സ് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്നല്ലാതെ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ പോയിട്ടും ഈ കാറ്റഗറിയും കാറ്റലോഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷന് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇതുപോലുള്ള സെക്ഷനുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് സെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ഡിസൈൻ സെക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും തന്നെ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, വിഷയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എലമെൻറ്റ്സിൽ വെൽക്കമിൽ വരുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എബൌട്ടസ് വേണമെന്നുണ്ടെങ്കിൽ എബൌട്ടസ് പോലെ കൊടുക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് അവരുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോം പേജിൽ തന്നെ കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ടീമിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ടീമിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കോൺടാക്റ്റ് ഫോമും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രൊമോഷൻസ്, കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ സർവീസസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് അത് ആവശ്യമില്ല, സർവീസ് എന്ന് പറയുന്നത് ആവശ്യമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് മോണിലാണ്. ടെസ്റ്റ് മോണിൽ ഒരു പക്ഷേ ആവശ്യം വരും. അപ്പോൾ ടെസ്റ്റ് മോണിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ടെസ്റ്റ് മോണിൽ ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിലൊരു ടെസ്റ്റ് മോണിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇവിടെ തന്നെ അങ്ങനെ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനായിട്ട് വേറെ ബോക്സ് ഒന്നും വരില്ല, ഇവിടെ തന്നെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. പിന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് ആണെങ്കിൽ ബോൾഡ് ആക്കാം, റെഗുലർ ആക്കണമെങ്കിൽ റെഗുലർ ആക്കാം, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഒരു സെക്ഷനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ കാണാൻ പറ്റും സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റോറിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ദ കളക്ഷൻ, ബെസ്റ്റ് സെല്ലേഴ്സ്. അപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്തു, ഫസ്റ്റിലുള്ള ഓപ്ഷനിൽ തന്നെ കാണിച്ചു. താഴെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി പോലെ ഒന്നും കൂടെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറി കൂടെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആയിട്ട് ഓരോ കാറ്റഗറി വൈസ് കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മാനേജ് പ്രൊഡക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം ബെസ്റ്റ് സെല്ലേഴ്സ് റിലേറ്റഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ചെറിയൊരു അബൌട്ട് പോലെ അല്ലെങ്കിൽ വെൽക്കം പോലെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ താഴെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മൂവ് സെക്ഷൻ ഡൗൺ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡൗൺ ആയിട്ട് വരും, ഇതിൻ്റെ താഴേക്ക് വരും. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു സെക്ഷന് ഇവിടെ വേണ്ട, പകരം അത് ഏറ്റവും താഴെ വരുന്ന രീതിയിൽ മതി, ഫൂട്ടറിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രീതിയിൽ മതി. അപ്പോൾ അതും നമ്മളിവിടെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ താഴെ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റസ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോം പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുള്ള ഒന്നും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എലമെൻ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഓരോ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, ആ ടൈറ്റിലിൻ്റെ അടിയിൽ എന്ത് കാര്യങ്ങളാണ് വേണ്ടത് അത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വരിക, എലമെൻറ്റ് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിൽ തന്നെ ഇപ്പോൾ പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് നേരെ ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇനി ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം. അതെല്ലാം തന്നെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗാലറി ആഡ് ആയെങ്കിൽ ഗാലറി ആഡ് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ ഇതിലുള്ളത് ചൂസ് ചെയ്യാതെ നിങ്ങൾ ഐഡിയയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിലുള്ളൊരു തീം എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഓപ്ഷനും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്വിക്ക് എഡിറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പം നമുക്കിവിടെ ഏത് ഇമേജാണോ വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെലക്റ്റായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊബൈൽ വ്യൂവിൽ എങ്ങനെ വന്നിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മൊബൈൽ വ്യൂ എന്നുള്ളത് കാണാൻ പറ്റും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക.
ബാക്കിയുള്ളതെല്ലാം ഏകദേശം റെഡിയാണ്. ഓക്കെ, നമ്മൾ ആ സ്ലൈഡിൻ്റെ സെക്ഷൻ മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തു. പിന്നെ മൊബൈൽ വ്യൂ ഒന്ന് റെഡി ആക്കിയപ്പോൾ ഇനി ഡെസ്ക്ടോപ്പ് വ്യൂവിൽ എങ്ങനെ അത് ബോറായി വന്നിട്ടുണ്ടോ നോക്കാം. ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഓക്കെയാണ്. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി താഴെ ഫൂട്ടറാണ്. ഫൂട്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ വീണ്ടും കുറച്ച് കോളം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇതൊരു 3 കോളമാണ് ഉള്ളത് അല്ലേ, 1 2 3. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൂട്ടറിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നാവിഗേഷൻ ആണെങ്കിൽ നാവിഗേഷൻ എന്താണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെനു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊരു മെനു ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മെഗാ മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി മെനു സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈസി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ മെനു സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ആ കാറ്റലോഗ് സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മെനു ക്ലിക്ക് ചെയ്യുന്നതും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മെഗാ മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കസ്റ്റമറിന് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഐക്കൺസിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഐക്കൺസിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ലിങ്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇവിടെ, നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഓരോന്നിൻ്റെ ലിങ്കും നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ആഡ് ആവും. ക്ലിയർ ആയില്ല? അത് ക്ലിയർ ആയില്ലേ? സോഷ്യൽ മീഡിയ ഐക്കൺസ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതാണ്, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പവേർഡ് ബൈ വിക്സ് എന്നുള്ളത് മാറ്റണമെങ്കിൽ മാറ്റാം. ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിലാക്കാം. ഇത്രയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഫൂട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫൂട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് കോളം എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇവിടെ തന്നെ ഒന്നുകൂടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മാനേജ് കോളം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരില്ല കേട്ടോ. അതായത് നിങ്ങൾ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരില്ല, കുറച്ച് സെൻറ്ററായിട്ട് കൊണ്ടുവരിക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാനേജ് കോളം എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോളം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഞാൻ ആഡ് കോളം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കോളം എക്സ്ട്രാ വന്നു. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു കോളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു കോളം ആഡ് ചെയ്തില്ല, 3 കോളം തന്നെ മതി, ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൂട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഹെഡർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഹെഡറിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും മുകളിൽ മെനു ഉണ്ട്, അതേപോലെ തന്നെ ലോഗോ ഉണ്ട്. ഇപ്പോൾ ലോഗോ അല്ല, അതിൽ ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം മെനുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെഗാ മെനു എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതിനനുസരിച്ച് അലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മുകളിലേക്ക് വേണ്ട അബൌട്ടസ് ഷോപ്പിൻ്റെ അപ്പുറത്ത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡിസൈനൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ഡിസൈന്, അതേപോലെ തന്നെ ആനിമേഷൻ എഫക്റ്റ്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ കണ്ടോ മുകളിൽ അങ്ങനെ സൈഡിലായിട്ട് ലൈൻ വരുന്ന രീതിയിലൊക്കെ അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലൊന്നും മാറ്റങ്ങൾ വരുത്തണില്ല. പിന്നെ അതേപോലെ തന്നെ ലോഗോ ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് ആയിട്ടാണ് ലോഗോ ഉണ്ടായിരിക്കുക. അപ്പം അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുള്ളൊരു ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് എലമെൻറ്റിൽ വരിക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ താഴെ ഇമേജ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഇമേജസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന് കാണാൻ പറ്റും. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിളിനായിട്ട് ഇവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആഡ് ടു പേജ് എന്നുള്ളത് കൊടുക്കണം. പിന്നെ കാണാൻ പറ്റും ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുപ്പം കുറയ്ക്കാനും കൂട്ടാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതിപ്പോൾ ഡിലീറ്റ് ചെയ്യണില്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇമേജ് ഈ ലോഗോ അപ്ലോഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ഹോം പേജ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്ര ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവർ വിക്സിനെ നമുക്കൊരു URL പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു URLനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓൺ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യാം. അത് ഞാൻ ലാസ്റ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ രീതി അല്ലെങ്കിൽ ഏത് ലുക്കിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ എങ്ങനെ ഫോട്ടോസ് പേജ്, ബാക്കിയുള്ള പേജസ്, കാര്യങ്ങൾ, കാറ്റഗറി, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. പേജസ് ആൻഡ് മെനു എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഏതൊക്കെ പേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് പേജാണ് എഡിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ചസുകൾ വരുത്തി കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു പേജിലൊന്നും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു ഭാഗം കവർ ചെയ്ത് പോകുന്നതാണ്. കാരണം ഈ തീമിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചെയ്യാണ്ടാവുക പ്രധാനമായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ്. ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജ്. അപ്പോൾ നിങ്ങൾ ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള പേജസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പ്രൈവസി പോളിസി, ഷിപ്പിംഗ് പോളിസി, റീഫണ്ട് പോളിസി തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഒരു പേജുകൾ മാത്രമേ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ഈ പേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റീഫണ്ട് പോളിസി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് പോളിസി ഇവിടെ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ പേജസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജും കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെ നമുക്കൊരു അബൌട്ട് അസ് പേജ് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ കോൺടാക്ട് അസ് പേജും എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അബൌട്ട് അസ് പേജ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ആഡ് പേജ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട മോഡൽ അത് ചൂസ് ചെയ്യാം. ഓവറായിട്ടുള്ളതൊന്നും വേണ്ട, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മോഡലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിലാകുമ്പോൾ അബൌട്ടസും അതുപോലെ തന്നെ മിഷൻ അത് ആവശ്യമുള്ളത് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതാണ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ടീമിനൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള മോഡലാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു മോഡലാണ് ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ആഡ് ടു പേജ് എന്നുള്ളത് കൊടുക്കാം. കാണാൻ പറ്റും എബൌട്ട് അസ് പേജ്. അപ്പോൾ നമുക്ക് ആ പേജിൻ്റെ പേരെന്താണ് കൊടുക്കുന്നത് അതിവിടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ എബൌട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നേരെ ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇത് പബ്ലിഷ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എബൌട്ടിൻ്റെ പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് അസ് പേജ് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഇനി ഞാനിവിടെ കോൺടാക്ട് അസ് പേജും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ടിവിടെ കോൺടാക്ട് അസ് എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റ് സോഷ്യൽ ലിങ്ക് എന്നാണെങ്കിൽ സോഷ്യൽ ലിങ്ക് ഒക്കെ ഇവിടെ നമ്മൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ പേജിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാപ്പാണെന്നുണ്ടെങ്കിൽ മാപ്പ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇത്തരം ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുക്കുക. ഡൺ ക്ലിക്ക് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞ പേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ മെനു നാവിഗേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. മെനു നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോം പേജിലെ മെനു അത് കണ്ട് അവിടെ കാണാൻ പറ്റും. ഹോം പേജിലെ മെനു ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹോം എന്നുള്ളത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഷോ ഇൻ മെനു എന്നുള്ളത് കാണിച്ച് കഴിഞ്ഞാൽ അത് അവിടെ വരും. അതിനുശേഷം അബൌട്ടസ് കോൺടാക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. കണ്ടോ, ഹോം അബൌട്ടസ് ഷോപ്പ് സെയിൽ എന്നുള്ളത് അവിടെ മാറ്റങ്ങൾ വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു സെക്ഷൻ എഡിറ്റ് ചെയ്യുക. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ പറ്റും ഹോം അബൌട്ടസ് ഷോപ്പ് സെയിൽസ്. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ടേഴ്സ് കസ്റ്റമർ കെയർ എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നേരെ പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും മെനു നാവിഗേഷൻ സെറ്റ് ചെയ്യുന്നതും ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതും പേജസിൽ എഡിറ്റ് വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിന് ശേഷം കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരിക. എന്നിട്ട് സ്റ്റോർ പ്രൊഡക്ട്സ് എന്നുള്ളത് വന്നിട്ട് ഇതിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ ഡിഫോൾട്ടായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്തെല്ലാം കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കാണാൻ പറ്റും.
ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ന്യൂ പ്രൊഡക്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ചോദിക്കും ഇവിടെ ഫിസിക്കൽ പ്രൊഡക്റ്റാണോ ഡിജിറ്റൽ പ്രൊഡക്റ്റാണോ എന്ന് ചോദിക്കും. നമ്മളിവിടെ ഫിസിക്കൽ പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഏത് കാറ്റഗറി ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രൊഡക്ട്സ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രീതിയിലൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ വീഡിയോയും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റീൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലെ വരും, ബേസിക് ഇൻഫർമേഷൻ ചോദിക്കും, പ്രൊഡക്റ്റിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ റിബൺ എന്ന് പറയുന്നത്, റിബൺ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് ടോപ്പിലായിട്ട് സെയിൽസ് എന്നോ അല്ലെങ്കിൽ ഹോട്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുന്ന രീതിയിൽ കാണാൻ പറ്റില്ല. ഈ ന്യൂ അറൈവൽസ് ആണെങ്കിൽ ന്യൂ അറൈവൽസ് എന്നൊക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ റിബൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രൊഡക്റ്റിൻ്റെ ഇവിടെ സെയിൽസ് എന്നുള്ളത് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബെസ്റ്റ് സെല്ലർ എന്നുള്ള കാറ്റഗറി പോലെ മെൻഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ ആഡ് ചെയ്യില്ല. പിന്നെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവരിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ആഡ് ഇൻഫർമേഷൻ സെക്ഷൻ എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതിൽ ഇവർ കാണാൻ പറ്റും പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊഡക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൊഡക്റ്റ് ഇൻഫോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഇവർ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിട്ടേൺ റീഫണ്ടും ഏത് രീതിയിലാണ് വരിക എന്നുള്ളത്. ചില പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് പേജിൽ പോകുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കാണിക്കും ആ ഒരു പ്രൊഡക്റ്റിന് റീഫണ്ട് ഉണ്ടോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് സെക്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ പ്രൈസാണ്. പ്രൈസിലും നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അവർ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. അതിന് ഡിസ്കൗണ്ട് എമൗണ്ട് 25% കൊടുത്തിട്ടുണ്ട്. സെയിൽസ് പ്രൈസ് ഈ 25% കഴിയുമ്പോൾ ഈ ഒരു എമൗണ്ടാണ് വരും. ഇപ്പോൾ 20 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. 15 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇതിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ ഒരു 5 രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 68% ഇതിൻ്റെ മാർജിൻ എന്നുള്ളത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൊഡക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും പ്രൊഡക്റ്റ് ഓപ്ഷൻസ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറാണോ സൈസാണോ എന്താ വേണ്ടത്. ഇപ്പോൾ കളറാണെങ്കിൽ കളർ ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് ആഡ് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൈസ് വേണമെന്നുണ്ടെങ്കിൽ സൈസിൻ്റെ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സൈസ് കൊടുക്കാം. ഇപ്പോൾ സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ സൈസുകളാണുള്ളത് എന്നുള്ളതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും മാനേജ് പ്രൈസിങ്, ഇൻവെൻട്രി, ഈച്ച് പ്രൊഡക്റ്റ് ആൻഡ് വേരിയൻറ്റ്. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള, അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വേരിയൻറ്റിൽ എന്തൊക്കെ പ്രൈസാണ് വരുന്നത്. അപ്പോൾ അത് കളറിന് ഡിഫറൻറ്റ് പ്രൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സൈസിന് ഡിഫറൻറ്റ് എമൗണ്ടുകളൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും പ്രൈസിൻ്റെ ഡിഫറൻറ്റ് എന്താണ് വരിക എന്നുള്ളതും പിന്നെ അതിൻ്റെ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽ. കോസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അത് കമ്പൽസറി ഒന്നുമല്ല, ഒന്നുകൂടി ഈസി ആയിരിക്കും മാത്രം. അതേപോലെ തന്നെ ഈ വെയിറ്റും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഡ്രസ്സാകുമ്പോൾ കോമൺ ആയിട്ടുള്ള സൈസ് ആയിരിക്കും ഒരു വെയിറ്റ് ആയിരിക്കും വരിക. വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് പാർട്ണർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും കാര്യങ്ങൾ. അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ട്രാക്ക് ഇൻവെൻട്രി ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റും, എത്ര ഓൺലൈൻ സ്റ്റോർ ഇൻവെൻട്രി എത്ര ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ 10 എന്നുള്ളതൊക്കെ ഇവിടെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള ഈ കോസ്റ്റ് അതേപോലെ തന്നെ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളടുത്ത് 10 പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 20 ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. മറിച്ച് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഓർഡർ
കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ ഒരു ഓർഡർ അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും, അതായത് ഇൻവെൻറ്ററി കൊടുത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ പ്രീ ഓർഡർ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പ്രീ ഓർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ പ്രീ ഓർഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഓപ്ഷൻ ഇപ്പോൾ നോക്കുന്നില്ല. ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രൈസ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇത്ര കൊടുത്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് സേവ് ആവും. ഇപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് കാറ്റഗറി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. കാറ്റഗറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിൽ തന്നെ കാറ്റഗറി എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ന്യൂ കാറ്റഗറി എന്നോ അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ ഒരു കാറ്റഗറി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മെൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഒരു കാറ്റഗറി സെറ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ടു പേജ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് നേരെ സേവ് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കാറ്റഗറി ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സൈഡിലായിട്ട് ഞാൻ നേരത്തെ ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞു പോയി, ഈ സൈഡ് പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ പ്രൊഡക്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് SEO എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡിറ്റ് SEO സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് SEO സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി. എനിക്ക് തോന്നുന്നു അതിപ്പം പറയേണ്ടെന്ന് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, വീഡിയോ ചെയ്യാം. അതൊന്നും നിങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഇമ്പോർട്ടൻ്റ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തുടങ്ങാൻ നിങ്ങൾ 100% പെർഫെക്ഷൻ നോക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗമൊന്നും കവർ ചെയ്യാത്തത്. അപ്പോൾ കാറ്റഗറി നിങ്ങൾ നേരത്തെ കണ്ടോ, ഇവിടെ നിന്നും കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ തന്നെ എന്ത് ചെയ്യുക, കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ടാക്സ് ഗ്രൂപ്പ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ടാക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. പിന്നെ ബ്രാൻഡ് നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാറ്റഗറി സെറ്റ് ചെയ്യുന്നത് കണ്ടു, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ടു. ഇനി എങ്ങനെ നമുക്ക് ഓൺ ഡൊമൈൻ കണക്ട് ചെയ്യാന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഗോഡാഡിയിലോ അല്ലെങ്കിൽ ഹോസ്റ്റ്റേഞ്ചർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നിങ്ങളിതൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതുവഴി വാങ്ങി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡൊമൈൻ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ലെറ്റ്സ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കണക്ട് കസ്റ്റം ഡൊമൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ലെറ്റ്സ് ഗോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പറയും ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കും ഇത് നിങ്ങളുടെ സ്വന്തം ഡൊമൈനാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു സാമ്പിൾ വീഡിയോസ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൊമൈൻ കൊടുത്തിട്ട് യെസ് ഓൺ ദിസ് ഡൊമൈൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇതൊരു ഫൈൻഡിങ് എന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ എന്ന് വാങ്ങിയുള്ളത്. അപ്പോൾ യെസ് ഗോഡാഡി എന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് അത് കണക്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 48 hours എടുക്കും ഇത് അപ്പായിട്ട് വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക, വീണ്ടും സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഇൻസ്ട്രക്ഷൻ തരും. ഇപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുക, ഇതിൻ്റെ DNS അഡ്രസ്സ് എടുത്തിട്ട് ഗോഡാഡിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വിക്സുമായിട്ട് നമ്മളുടെ ഡൊമൈന് കണക്റ്റ് ആവും. പിന്നെ നിങ്ങൾ കാണാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഗോഡാഡിയിലേക്ക് പോകാം. ഗോഡാഡിയിലേക്ക് പോയിട്ട് മാനേജ് ഡൊമൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഡൊമൈൻ സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DNS എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡൊമൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ ഇൻ്റർഫേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും, കാരണം പുതിയ ഇൻ്റർഫേസിൽ ഈ രീതിയിലല്ലേ വരിക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, മുകളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നെയിം സെർവർ എന്നുള്ളത് കാണാൻ പറ്റും. ഈ നെയിം സെർവർ നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. താഴെ കാണുന്ന എൻ്റർ മൈ ഓൺ നെയിം സെർവർ അഡ്വാൻസ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ തന്നെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ തരും. അതായത് വിക്സിൽ തന്നെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ തരും, എന്താണ് കോപ്പി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ തരും. ഇപ്പോൾ ഇവരിവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഏത് നെയിം സെർവറാണ് കോപ്പി ചെയ്യേണ്ടതെന്നുള്ളത്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നേരെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു അഡ്രസ്സും കൂടെ ഉണ്ടാവും, അതും കോപ്പി ചെയ്യുക. എന്നിട്ട്
ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളോടൊരു വാർണിംഗ് മെസ്സേജ് ചോദിക്കും. അത് യെസ് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമൈന് വിക്സുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഡൊമൈന് കണക്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആ നെയിം സെർവർ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് നേരെ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. നെയിം സെർവർ ചേഞ്ച് ചെയ്ത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി DNS ചെക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രീൻ ടിക്ക് എന്നുള്ളത് വരും. അപ്പം അപ്പായിട്ടില്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ കൺട്രിയിൽ ചിലപ്പോൾ അത് അപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്രോസ് മാർക്ക് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ടിക്ക് ആയിരിക്കും വരിക. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇത്ര സമയം കൊണ്ട് അതെന്ത് ചെയ്യും, അപ്പായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഡൊമൈന് കണക്ട് ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിൽ വരിക, എന്നിട്ട് ആക്സെപ്റ്റ് പേയ്മെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇന്ത്യ എന്നുള്ള കൺട്രി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ഏത് കൺട്രിയിലാണോ ചെയ്യുന്നത് ആ കൺട്രി സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് പേപ്പാൽ കണക്ട് ചെയ്യണമെങ്കിൽ പേപ്പാൽ കണക്ട് ചെയ്യുക, റേസർ പേ കണക്ട് ചെയ്യണമെങ്കിൽ റേസർ പേ കണക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പേയോ ഇന്ത്യ, അതേപോലെ തന്നെ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ ഇതിൽ റേസർ പേ ആണ് കണക്ട് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. API കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും കീ ID കീ സീക്രട്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റേസർ പേൻ്റെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ പുതിയ ഡാഷ്ബോർഡ് ഈ രീതിയിലാണ് വരിക. ഇപ്പോൾ ഈ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും പേയ്മെൻറ്റ്സ് എന്നുള്ളിൽ വന്നു കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റിങ്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് API കീ എന്നുള്ളതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ ID ഇവിടുന്ന് ജനറേറ്റ് ആവും. അപ്പോൾ ആ ഒരു കീ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കീ ID ഇവിടെയും കീ സീക്രട്ട് ഇവിടെയും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ സൈറ്റ് URL കൊടുത്തിട്ട് നേരെ കണക്ട് കൊടുത്താൽ മതി. അത് പിന്നെ ഒരു 48 ഹവേഴ്സിൻ്റെ ഉള്ളിൽ കണക്ട് ആവും. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യുക. ഇനി എങ്ങനെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി എനേബിൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ പേയ്മെൻറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കണക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമർ എന്താണ് കാണിക്കേണ്ടത് ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ കണക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി എനേബിൾ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ പ്ലാൻ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് അപ്ഗ്രേഡ് എന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്ലാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ട്രയൽ വെർഷനിലാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എനേബിൾ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നത് പ്രൊഡക്റ്റിൽ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാം, സൈസ് സെലക്ട് ചെയ്യാം, എത്ര ക്വാണ്ടിറ്റി വേണം രണ്ട് കൊടുക്കാം, ആഡ് ടു കാർട്ട് കൊടുക്കാം, അതേപോലെ ബൈ നോ ബട്ടൺ കൊടുക്കാം. ബൈ നോ ബട്ടൺ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും തന്നെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. അത് മെയിനായിട്ട് നമ്മളുടെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ടാണ്, ട്രയൽ വെർഷൻ ആയതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ കാണിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റുന്ന എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.